മക്കളെ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ കൂടെ നോക്കാം. നേരത്തെ ഞാൻ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഞാൻ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി മറ്റൊരു മോഡലും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നിങ്ങൾ എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വായിച്ചു നോക്കുക. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഈ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ മനസ്സിലാവാത്തതിനെ വീണ്ടും ഒന്നും കൂടെ വായിക്കുക. പിന്നെ നിങ്ങൾ ഓരോന്നിൻ്റെയും മാർക്ക് എത്രയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് നോക്കി വെക്കണം. കാരണം 2 മാർക്കിൻ്റെത് ചിലപ്പോൾ 1 മാർക്കാണെന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മാർക്ക് നോക്കണം, എത്ര മാർക്കാണുള്ളത്, അതിനനുസരിച്ച് വേണം നമുക്ക് എഴുതാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമയം. നിങ്ങൾ എഴുതുന്ന സമയത്ത് സമയം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് എഴുതാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? സമയവും ശ്രദ്ധിക്കുക, മാർക്കും ശ്രദ്ധിക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെ മാർക്ക് എത്രയാണോ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന്. चटपट और नटखट कहानी का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें എന്നാണ് പറഞ്ഞത്. 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഈ തന്നിരിക്കുന്ന സൂചന വായിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഒരുപക്ഷെ ഈ സൂചനയിൽ ആൻസർ ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് ഈ സൂചന ഏത് ചാപ്റ്ററിലുള്ളതാണെന്നും ഏത് ഭാഗമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उड़ाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. അതായത് നടുക്കട് വളരെയധികം ഭയപ്പെട്ടു, എന്നിട്ട് ചോട്ടേ ബായി പർ പ്യാർ ആകയ, അങ്ങനെ ഭയന്നിരിക്കുന്ന നടുക്കടിനെ കണ്ടപ്പോൾ ചേട്ടൻ അവനോട് സ്നേഹം തോന്നി. ഉസ്നെ നടുക്കടുക്ക ഹാത്ത് പക്കടേ പക്കടേ, അവൻ നടുക്കടിന്റെ കൈ പിടിച്ചു, പിന്നെ അവന്റെ ബാഗ് എടുത്തു. പുൽ തക്ക് പഹൂഞ്ചാനെ വാലേ ചടായി ചടനിലേക്ക്, ആ പാലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്, അവര് പാലത്തിലേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ ഇത് ഏത് ഭാഗമാണ്? നമ്മുടെ നടുക്കട് നദിയിൽ വീണു അവിടുന്ന് രക്ഷപ്പെട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ഭാഗമാണ് അല്ലേ? അപ്പൊ ഇതിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഹി രൂപ് ചുനുക്കർ ലിഖേ, ശരിയായിട്ടുള്ള രൂപം ഏതാണ് അത് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. സഹി വികൽപ്പ് ചുൻകർ ലിഖേ എന്ന് നിങ്ങൾക്ക് ഇവിടെ ഇത് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും അല്ലേ? അപ്പൊ നോക്കാം. യഹ് പ്ലസ് നെ ഉസ്നെ, ഉസ്നെ എന്നതിന്റെ ശരിയായ രൂപമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഉസ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ അത് വഹ് എന്നായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ഉസ്നെ, നേ വന്നതുകൊണ്ട് പ്ലസ് നേ. അപ്പൊ വഹ് പ്ലസ് നേ എവിടെയെന്ന് നോക്കാം. വഹ് പ്ലസ് നേ, കണ്ടോ? വഹ് പ്ലസ് നേ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? വഹ് പ്ലസ് നേ. ഇതാണ് സഹി രൂപ്. ഉസ്നെ എന്നതിന്റെ ശരിയായ രൂപം വഹ് പ്ലസ് നേ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത് ഞാൻ ആൻസർ എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വന്നത് പിന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ, അത് കണ്ടെത്തി പഠിച്ചാൽ മതി. വഹ് പ്ലസ് നേ, ഉസ്നെ. ഇനി അടുത്തത് കോൻ ഡര ഓർ ഗബ്രായ ഹുവാദ ക്യോം. കോൻ ഡര, ആരാണ് ഭയന്നത്? നിങ്ങൾക്ക് ഇവിടെ 2 സെന്റൻസ് തന്നിട്ടുണ്ടല്ലോ, അത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ആരാണ് ഭയന്നത്? നടുക്കട് ഇത്തനാ ഡര, ആരാ ഭയന്നത്? നടുക്കട് അല്ലേ? ഭയപ്പെട്ട് നിന്നത് ആരായിരുന്നു? നടുക്കട്. ഓർ ഗബ്രായ ഹുവാദ ക്യോം, എന്തുകൊണ്ടാണ് നടുക്കട് വളരെയധികം ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടായ കാരണം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു? നടുക്കടാണ് ഭയപ്പെട്ടത് അല്ലെ? നടുക്കട്, അതിന്റെ ആൻസർ ആണിത്. ആരാണ് ഭയപ്പെട്ടത് എന്നുള്ളതിന്റെ ആൻസർ. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ, എന്തുകൊണ്ട് നമ്മളോട് ചോദിച്ചില്ലേ? ഇനി അതിന്റെ ആൻസർ ആണ് എഴുതാൻ പോകുന്നത്. ക്യോം കി വഹ് ഫിസൽ കർ പാനിമേ ഗിരാ. എന്തുകൊണ്ടാണ്? അവൻ വഴുതിയിട്ട് വെള്ളത്തിൽ വീണു. പാനിമേം എന്നുള്ളത് നദീമേം എന്ന് എഴുതിയാലും മതി കേട്ടോ, രണ്ടായാലും കറക്റ്റ് തന്നെയാണ്. പാനിമേം എന്നായാലും നദീമേം എന്നായാലും. ക്യോംകി വഹ് ഫിസൽ കർ പാനിമേ ഗിര, എന്തുകൊണ്ടെന്നാൽ അവൻ വഴുതി വെള്ളത്തിലേക്ക് വീണു. ഉസ്കോ തൈർന ന ആത്ത, അവന് നീന്താൻ അറിയുമായിരുന്നില്ല. വെള്ളത്തിൽ വീണു, അവന് നീന്താൻ അറിയുമായിരുന്നില്ല, അവൻ രക്ഷപ്പെട്ടു വന്ന് ആകെ ഭയപ്പെട്ടു അല്ലേ? അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്
प्रस्तुत प्रसंग पर दोनों भाइयों के बीच की बातचीत കൽപ്പന करके लिखिए. അതായത് നിങ്ങൾക്ക് ഇവിടെ സൂചന തന്നിട്ടുണ്ട്, ഏതാണ് സിറ്റുവേഷൻ എന്നുള്ള ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ബാച്ചിത്ത് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായോ? ആര് തമ്മിലുള്ള ബാച്ചിത്താണ്? ചട്പടും നടുക്കടും തമ്മിലുള്ള ബാച്ചിത്താണ് നമ്മൾ എഴുതേണ്ടത്. അവര് പ്രസ്തുത പ്രസംഗപ്പർ ഇവിടെ തന്നിരിക്കുന്ന ഈ സൂചന അനുസരിച്ചിട്ട് നിങ്ങൾ വാർത്താലാപം എഴുതാനാണ് പറഞ്ഞത്. ഒരു മോഡൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചട്പട് ചോട്ടെ ഗബരാവോ മത്ത്. എന്താണ് പറയുന്നത്? ചട്പട് പറയാണ് ചോട്ടെ ഗബരാവോ മത്ത്. അനുജനോട് പറയാണ് നീ ഭയപ്പെടണ്ട. അവനാകെ ഭയന്ന് നിൽക്കുന്നു കണ്ടപ്പോൾ ചട്പടിന് അവനോട് സ്നേഹവും തോന്നിയില്ലേ? പാവമാണ്, അവനോട് സ്നേഹം തോന്നി ചട്പടിന്. അപ്പൊ ചട്പട് പറയാണ് നീ ഭയപ്പെടണ്ട എന്ന് പറയാണ്. ഇത്തിരി സ്പീഡിലാണ് എഴുതിയത്, ഞാൻ വായിക്കുന്നത് കേട്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. നടുക്കട് മേരാ ബസ്ത ഉടായാ ദാ ഉസി സമയ ഫിസൽ കർ പാനി മേ ഗിര. നടുക്കട് പറയാണ് മേരാ ബസ്ത എന്റെ ബാഗ് ഉടായാദ എടുക്കുകയായിരുന്നു, ഉസി സമയ ആ സമയത്ത്, ഫിസൽക്കർ വഴുതി, പാനീമേ ഗിര വെള്ളത്തിൽ വീണു. നീ ഭയപ്പെടണ്ട എന്ന് ചേട്ടൻ പറഞ്ഞപ്പോ നടുക്കട് പറയാണ് ഞാന് എന്റെ ബാഗ് എടുക്കുകയായിരുന്നു, ആ സമയത്ത് ഞാൻ വഴുതി വെള്ളത്തിലേക്ക് വീണു പോയി എന്ന് പറയാം. ചട്പട് രോ മത്ത് ചോട്ടെ, നീ കരയണ്ട, കരയാതിരിക്കൂ ചോട്ടെ, നീ കരയണ്ട എന്ന് പറയാണ്. ബസ്താമേം ബസ്താ മേം ഉടാവുങ്ക, ബാഗ് ഞാൻ എടുത്തോളാം. നീ കരയണ്ട, നിന്റെ ബാഗ് ഇനി ഞാൻ എടുത്തോളാം എന്ന് പറയാണ് ചട്പട്. നടുക്കട് മുജേ തൈർ ന ആത്ത, എനിക്ക് നീന്താൻ അറിയില്ല. മുജേ തൈർ ന ആത്ത, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മുജേ തൈർ ന നഹീം ആത്ത. രണ്ട് സെന്റൻസും കറക്റ്റ് ആണ് കേട്ടോ. മുജേ തൈർ ന ആത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ തൈർന രണ്ടും കൂടെ കൂട്ടി എഴുതി വെച്ചാൽ അത് തെറ്റായിട്ട് വരും. അപ്പം അതുകൊണ്ടാണ് മുജേ തൈർന നഹീം ആത്ത എന്നും കൂടെ ഞാൻ തന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് സെന്റൻസ് ആണ്? എങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ച് തൈർ എന്നുള്ളതും ന എന്നുള്ളതും കുറച്ച് അകലത്തിൽ തന്നെ എഴുതണം. തൈർ ന ആത്ത ചേർത്ത് എഴുതരുത്. മുജേ തൈർന നഹീം ആത്ത അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറയാൻ നടുക്കട്. ചട്പട് പറയുന്നു മേം പഠാവുങ്ക, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയാൻ ചട്പട്. ചട്പടിന് നീന്താ അറിയാലോ, അപ്പൊ ചട്പട് പറയാണ് ഞാൻ പഠിപ്പിക്കാം. നടുക്കട് മേം ബുരി തര ഡർ ഗയാ, ഞാൻ വല്ലാതെ ഭയന്നു. നടുക്കട് പറയാണ് മേം ബുരി തര ഡർ ഗയാ, ഞാൻ വല്ലാതെ ഭയന്നു പോയി എന്ന് പറയുന്നു. ചട്പട് ക്യോം രോ രഹാ ഹേ ചോട്ടെ, എന്തിനാണ് കരയുന്നത് ചോട്ടെ എന്ന് ചോദിക്കാൻ ചട്പട്. അത് പറഞ്ഞിട്ട് അവൻ കരയാണ്. അപ്പൊ കരയുന്നത് എന്തിനാണ് എന്ന് ആര് ചോദിക്കുന്നു? ചട്പട് ചോദിക്കുന്നു ക്യോം രോ രഹാ ഹേ ചോട്ടെ, എന്തിനാണ് കരയുന്നത് ചോട്ടെ. നടുക്കട് തും മാംസേ മേരാ ശിക്കായത്ത് കരോഗെ, നീ അമ്മയോട് എന്നെ കുറിച്ച് പരാതി പറയും. ചട്പട് നെഹി കരോഗെ ചോട്ടെ, ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ചോട്ടെ. മേരെ ഹാത്ത് പക്കടോ, എന്റെ കൈ പിടിച്ചോ. നടുക്കട് ടീക്ക് ഹേ ചലേ, ശരി നടക്കാം എന്ന് പറയാണ്. ശരി നമുക്ക് പോവാം എന്ന് പറയാണ്. ഒന്നുകൂടെ നോക്കാം. നടുക്കട് ചോട്ടെ ഗബരാവോ മത്ത്, സോറി ജഡ്പടാണ് ഇവിടെ. ജഡ്പട് ചോട്ടെ ഗബരാവോ മത്ത്. നടുക്കട് മേരാ ബസ്താ ഉടായാദാ ഉസി സമയ ഫിസൽ കർ പാനി മേ ഗിര. रो मत छोटे बस्ता मैं उड़ाऊंगा, मुझे तैर न आता, मैं पढ़ाऊंगा, मैं बुरी तरह डर गया, क्यों रो रहा है छोटे, तुम माम से मेरा शिकायत करोगे, नहीं करोगे छोटे, मेरे हाथ पकड़ो, ठीक है चले. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. चटपट को बधाई देते हुए स्कूल में समारोह हो रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരേം. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തരാം. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അതായത് ഈ ബദായി സമാരോഹ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ,
ചട്പടുക്കോ ബദായി ദേത്തെ ഹുയി അത് നിങ്ങൾ സബ്കാ സ്വാഗത് ഡേറ്റ് സ്ഥാനമൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള പോസ്റ്റർ വരുമ്പോൾ പോസ്റ്റർ 2 വിധത്തിലുണ്ട് എന്നറിയാലോ. ഒന്ന് സന്ദേശ് ദേനെ വാലി പോസ്റ്ററും ഒന്ന് സബ്കാ സ്വാഗതമൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട പോസ്റ്ററും. ഓക്കെ, സന്ദേശ് ദേനെ വാലി പോസ്റ്ററിന് നമുക്ക് ഡേറ്റും പ്ലേസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. സന്ദേശം എഴുതുക, പിക്ചർ വരയ്ക്കുക, ബോക്സ് ഒക്കെ വരച്ച് വൃത്തിയായിട്ട് ചെയ്യുക. അതാണ് സന്ദേശ് ദേനെ വാലി പോസ്റ്റർ. ഓക്കെ, ഇനി അടുത്തത് फूल कविता का यह अंश पढ़ें और 4 से 7 तक के प्रश्नों के उत्तर लिखें. അതായത് ഫൂൽ എന്ന കവിതയിലെ ഈ ഭാഗം വായിക്കുക. താഴെ തന്നിരിക്കുന്ന ഭാഗം ഫൂൽ എന്ന കവിതയിലുള്ളതാണ്. ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചതിന് ശേഷം 4 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. घर पहुंचते ही उन्हें उगाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. दिन बीते, महीने बीते, मौसम बीते, सारा घर एक रस इन रंगों में डूबा रहा. सारा घर, यहाँ विशेषण शब्द कौन सा है? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സാരാ ഗർ എന്നതിന്റെ വിശേഷണ ശബ്ദം ഏതാണ്? അത് സിമ്പിൾ ആണ് അല്ലേ? ഏതാണ്? സാര. സാരാ ഗർ എന്നതിന്റെ വിശേഷൺ ശബ്ദ എന്താണ്? സാര. ഉണ്ടോ? സാര എന്നാണ് സാരാ ഗർ എന്നതിന്റെ വിശേഷണ ശബ്ദം. അടുത്തത് സാരാ ഗർ ഏക് രസ് ഇൻ രംഗോ മേ ഡൂബാ രഹാ. ഇസ്കാ ക്യാ മത്ലബ് ഹെ? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വീട് മുഴുവനും ഒരേ നിറത്തിൽ ഒരേ ഭംഗിയിൽ ഇങ്ങനെ മുങ്ങി നിന്നു എന്ന് പറഞ്ഞല്ലോ. മാറ്റമില്ലാതെ ഒരേ പോലെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? प्लास्टिक फूलों की एक रसदा कवि के घर को सजाती है. പ്ലാസ്റ്റിക് പൂവിന്റെ ഏകരസത, അതിന് ഒരേപോലെയാണ് ഉണ്ടാവുക, ഒരേ ഭാവത്തിലാണ് അത് ഉണ്ടാവുക അല്ലെ? അതാണ് ഏകരസത പറഞ്ഞത്. എപ്പോഴും ഒരേപോലെ, വാടുന്നില്ല. അത് എത്ര വർഷം വേണമെങ്കിലും അതുപോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റവും ഇല്ലാതെ. അതാണ് ഏകരസത എന്ന് പറഞ്ഞത്. यहाँ कवि प्लास्टिक फूलों की एक रसदा दर्शाने का प्रयास कर रहे हैं. प्लास्टिक फूलों की एक रसदा कवि के घर को सजाती है. പ്ലാസ്റ്റിക് പൂവിന്റെ ഏകരസത കവിയുടെ വീടിനെ അലങ്കരിക്കുന്നു. യഹാ കവി പ്ലാസ്റ്റിക് ഫൂലോം കി, ഇവിടെ കവി അർത്ഥമാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവിടെ കവി പ്ലാസ്റ്റിക് പൂവിന്റെ ഏകരസത ദർശാനേക്ക, ഏകരസ ദർശിക്കുന്നതിന്റെ ആ പ്രയാസമാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ജഗഹ് കാ സമാനാർത്ഥി ശബ്ദ ചുനുക്കർ ലിഖേ. ജഗഹ് സ്ഥലം നമ്മളിതിൽ പഠിച്ചിട്ടുണ്ട്. ഗർക്കെ പൂരേ അന്തരാൾമേ, വീടിലെ എല്ലാ സ്ഥലങ്ങളിലും പഠിച്ചല്ലേ? ഗർക്കെ പൂരേ അന്തരാൾമേ, വീടിന്റെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അന്തരാൾ എന്ന് പറഞ്ഞാലാണ് എന്ത്? ജഗഹ്, സ്ഥലം. ജഗഹ് എന്നതിന്റെ അതേ മീനിങ് വരുന്ന ശബ്ദ അന്തരാൾ. സമാനാർത്ഥി ശബ്ദാണ് അന്തരാൾ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജഗഹ്, അന്തരാൾ. കവിതാംശിക ആശയിലികേം, കവിതയുടെ ആശയം. ഇതും ഞാൻ ചെയ്തതാണ് വീഡിയോ. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തരുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. കവിതാക്ക ആശയം, കവിതയുടെ ആശയം, ടിപ്പണി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അടുത്തത് ഗർ കഹാനി കാ ഇഹ് അംശ് പഠേ. ഗർ എന്ന കഹാനിയിലെ തന്നിരിക്കുന്ന ഭാഗം വായിക്കുക. അതിനുശേഷം 8 മുതൽ 11 വരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേ ഉനക്കെ സാത്ത് ഏക് സപ്താഹ് നഹീ ടിക് സകി. എനിക്ക് അവരുടെ കൂടെ ഒരാഴ്ച തികച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല.
पर कहते हैं ना जो वास्तव में भला होते हैं उसे भले लोग जरूर मिलते हैं. പക്ഷെ പറയാറില്ലേ വാസ്തവത്തിൽ നല്ലവർക്ക് നല്ലത് കിട്ടും എന്ന് പറയാറില്ലേ. ഫലസ്വരൂപ് മേരി ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആ ഹി ഗയേ. അതിന്റെ ഫലസ്വരൂപമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശ്രീമാൻ ഫർഹാദ് കടന്നു വന്നു. യേ കിസ്നെ കഹാദ, ഇത് ആര് പറഞ്ഞതാണെന്നാണ് ചോദ്യം. യഹ് കിസ്നെ കഹാദ, ഇത് ആര് പറഞ്ഞതായിരുന്നു. എനിക്കൊരാഴ്ച ആ വീട്ടിൽ തികച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് ആരായിരുന്നു. ആരായിരുന്നു? ചിപ്കലിലെ. ആരാണ്? ചിപ്കലിയാണ് അങ്ങനെ പറഞ്ഞത്. ആരുടെ വീട്ടിലായിരുന്നു നിന്നത്? ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലില്ലേ. मैं उनके साथ एक सप्ताह नहीं टिक सकी. यहाँ किसके बारे में बताया गया है. ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? എനിക്ക് ഒരാഴ്ച തികച്ച് അവിടെ താമസിക്കാൻ സാധിച്ചില്ല. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ആരുടെ അടുത്ത് ഒരാഴ്ച തികച്ച് താമസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്? ശ്രീമതി ശാന്തിദാസ് കെ അല്ലേ. ശ്രീമതി ശാന്തിദാസ് കെ പാസ്, അതാണ് അതിന്റെ ആൻസർ. ക്യോം, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഒരാഴ്ച തികച്ച് ചിപ്കലിക്ക് ശാന്തിദാസിന്റെ കൂടെ താമസിക്കാൻ കഴിയാതിരുന്നത്? ശാന്തിദാസ് ചിപ്കലിയെ കാണുമ്പോഴേക്ക് എന്ത് ചെയ്യും? കൂവി വിളിക്കും അല്ലേ. സുശാന്തോ ഓടിവാ, ഇതിനെ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൂവി വിളിക്കും. അതിനെ ഓടിക്കുകയും ചെയ്യും അല്ലേ. ചൂല് കൊണ്ടൊക്കെ അടിച്ചോടിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ചിപ്കലിക്ക് അവിടെ ഒരാഴ്ച തികച്ച് താമസിക്കാൻ കഴിയാതിരുന്നത്. അപ്പൊ ആൻസർ എഴുതിയത് നോക്കാം. ശ്രീമതി ശാന്തിദാസ് കെ ബാരേമേ, ആരെ കുറിച്ചാണ് ചോദിച്ചല്ലോ. ശ്രീമതി ശാന്തിദാസ് കെ ബാരേമേ. ക്യോം കി, എന്തുകൊണ്ടാണ് അവിടെ താമസിക്കാൻ കഴിയാതിരുന്നത് എന്നതിന്റെ ആൻസർ ആണ് ക്യോം കി, എന്തുകൊണ്ടെന്നാൽ വേ മുജേ ദേഖ്തേ ഹി ചില്ലാത്തി ദി, അവർ എന്നെ കാണുമ്പോഴേക്കും കൂവി വിളിക്കുമായിരുന്നു, നിലവിളിക്കുമായിരുന്നു. ഓർ ജാഡൂസെ മാർത്തി ദി, ചൂല് കൊണ്ടടിക്കുമായിരുന്നു, ചൂല് കൊണ്ടടിച്ച് ഓടിക്കുമായിരുന്നു എന്നാണ് ചിപ്കലി ഉദ്ദേശിച്ചത്. ഓക്കെ. സഹി ജോഡേ ബനായേ, ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ജോഡികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. സപ്താഹ്, ടിക്ന, ബല, സിന്ദഗി. സപ്താഹ് പറഞ്ഞ ആഴ്ച. അപ്പൊ ഇതിൽ ആഴ്ച എന്നർത്ഥം വരുന്നുണ്ടോ നോക്കാം. ഹഫ്ത അല്ലെ. സപ്താഹ് എന്താണ്? ഹഫ്ത. ടിക്ന എന്ന താമസിക്കുക, അതേ മീനിങ് ആണ് രഹ്ന. ബല നല്ലത്, അച്ഛ. ജിന്ദഗി ജീവൻ, ജീവിതം. എഴുതിയിട്ടുണ്ട്, നോക്കാം. സപ്താഹ്, ഹഫ്ത, ടിക്ന, രഹ്ന, ബല, അച്ഛ, ജിന്ദഗി, ജീവൻ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ചു വെക്കുക. ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖിയേ, അതും ഞാൻ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്. ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. അഥവാ പ്രകൃതി സബ്കാ ഘർ ഹേ ലഘുലേഖ്, ഈ ലഘുലേഖും തന്നിട്ടുണ്ട്. പ്രകൃതി എല്ലാവരുടെയും വീടാണ്, അതിനെ സംബന്ധിച്ചിട്ട് ഒരു ലഘുലേഖ എഴുതാനാണ് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്തത് നോക്കാം. ബഹുത്ത് ദിനോ കെ ബാദ് കവിത കാ യഹ് അംശ് പഠേ. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയുടെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് 12 മുതൽ 17 വരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ ഇതിൽ നിന്നും എഴുതേണ്ടത്. 12ാമത്തെ ചോദ്യം നോക്കാം. സമാന ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖിയേ. സമാന ആശയം വരുന്ന പങ്ക്തി തിരഞ്ഞെടുത്ത് എഴുതുക. അതിന് തൊട്ട് താഴെ തന്നെയാണ് ആ വരിയുടെ ആശയം തന്നിരിക്കുക. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നേരെ തൊട്ട് താഴെ തന്നെ തരുമ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോവരുത്. ഇത് ഇതിന്റെ തന്നെ കൂടെ ഉള്ളതാണ് എന്ന് കരുതരുത്. അത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല, നമ്പർ ഇവിടെ മുകളിലാണ് ഉണ്ടാവുക. അവിടെ വേറെ അടയാളങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല കുട്ടികൾക്കും അതിൽ കണ്ണുപെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കൈ ദിനോക്കെ ബാദ് കവിനെ മൻബർ സുൻ പായ. കുറെ ദിവസങ്ങൾക്ക് ശേഷം കവി മൻബർ സുൻ പായ, മനസ്സ് നിറയെ കേട്ടു.
ഈ അർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ് അർത്ഥം വരുന്ന വരി? മൻബർ സുൻ പായ. बहुत दिनों के बाद आपकी मेम जी बर सुन पाया. എന്താണ്? बहुत दिनों के बाद आपकी मेम जी बर सुन पाया. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. दान कूटती किशोरियों की कोगिल कंडी तान, इससे क्या मतलब है? നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിൽനാദം എന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗ്രാമീണ ബാലികായെ മേഹനത്തി ഹേ. ഗ്രാമീണ ബാലികമാര് പരിശ്രമശാലികളാണ്. दान कूटते समय उन्हें कोयल के समान मधुर गीत गाते हैं. നെല്ല് കുത്തുന്ന സമയത്ത് അവര് കുയിലിനെ പോലെ മധുരമായിട്ട് പാടുന്നു. ഈ ശബ്ദ കവി ആസ്വാദൻ കർത്തേ ഹേ. ആ ശബ്ദം കവി ആസ്വദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചാർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. 4 ശരിയായിട്ടുള്ള പ്രസ്താവന നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. गांव के खेत സ്വർണ്ണവർണ്ണി ഫസലോं से സമൃദ്ധ है. ശരിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റത്തത് എഴുതണം. ഗ്രാമത്തിലെ വയലുകൾ സ്വർണ്ണവർണ്ണി ഫസലോം, സ്വർണ്ണ നിറത്തിലുള്ള വിളവുകൾ കൊണ്ട് സമൃദ്ധമായ ഒരു വയലാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് ശരിയാണ്. അടുത്തത്. കവി കോ അപ്നെ ഗാവ് മേ ശഹരി ഗാന ചഗ്നേ കോ മില. കവിക്ക് സ്വന്തം ഗ്രാമത്തിലെ പട്ടണത്തിലെ ഭക്ഷണം കഴിക്കാൻ ലഭിച്ചു എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ് അല്ലേ? ഗ്രാമത്തിൽ വന്നിട്ട് ഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തതും ഗ്രാമത്തിലുള്ള ഭക്ഷണമാണ് കഴിച്ചതും അല്ലേ? അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. അത് എഴുതണ്ട. കവി കോ അപ്പനി ഗലിയോं की सुनहरी धूलि का अनुभव हुआ. ശരിയാണ് അല്ലേ? കവിക്ക് സ്വന്തം ഗ്രാമത്തിലുള്ള നടവഴിയിലെ പൊടി അദ്ദേഹം സ്പർശിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ശരിയാണ്. ഗാവ് കെ പുരുഷ് ദാൻ കൂടത്തെ ഹുയെ ഗീത് ഗാത്തെ ഹേ. ഗ്രാമത്തിലുള്ള പുരുഷന്മാർ നെല്ലു കുത്തുന്ന സമയത്ത് ഗാനം ആലപിക്കുന്നു. തെറ്റാണ് അല്ലേ? പുരുഷന്മാരല്ലല്ലോ, സ്ത്രീകളല്ലേ, ബാലികമാരല്ലേ. അപ്പൊ നമ്മള് ഈ സെന്റൻസ് തെറ്റാണ്. അതുപോലെ തന്നെ കവിക്കോ അപ്പനെ ഗാവമേ ഷഹരി ഗാനാതും തെറ്റാണ്. അപ്പൊ 2 എണ്ണം തെറ്റുള്ളത് കിട്ടിയില്ലേ? ഇനി ബാക്കി 2 എണ്ണം നോക്കാം എന്താണെന്ന്. ഗാവ് മേ തൻ മൻ കോ ഊർജാ ദേനെ വാലി ഖുശ്ബൂ ഫൈൽ ജാത്തി ഹേ. ഗ്രാമത്തിൽ ശരീരത്തിനും മനസ്സിനും ഊർജം നൽകുന്ന സുഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. ശരിയാണ്. കവി കോ अपने गांव में कई दिनों के बाद गंध रूप रस स्पर्श आदि का അനുഭവം हुआ. ശരിയാണ് അല്ലേ? കവിക്ക് സ്വന്തം ഗ്രാമത്തില് കുറെ ദിവസത്തിന് ശേഷം ഗന്ധം, രൂപം, ശബ്ദം, സ്പർശം എല്ലാം അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അതും ശരിയാണ്. അപ്പൊ ഇത് 2 എണ്ണമാണ് തെറ്റുള്ളത്. ബാക്കി എത്ര? 2, 4, 6 എണ്ണത്തില് 2 എണ്ണം തെറ്റാണ്, ബാക്കി 4 എണ്ണം ശരിയാണ്. എല്ലാരും പറയുമ്പോ തന്നെ എന്ത് ചെയ്യാ? ശരിയുള്ളതിനെ നിങ്ങൾ ടിക്ക് ഇടുക, അല്ലെങ്കിൽ ശരിയുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അടുത്ത നോക്കാം. അപ്പനെ ഗാവ് കെ ബാരെ മേ 4 വാക്യ ലിഖിയേ. സ്വന്തം ഗ്രാമത്തിനെ കുറിച്ചിട്ട് 4 സെന്റൻസ് എഴുതാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ളതേ ഉള്ളൂ. സ്വന്തം ഗ്രാമത്തിനെ കുറിച്ചിട്ട് 4 സെന്റൻസ് എഴുതാൻ. ഗ്രാമത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാ. ഗ്രാമം എവിടെയാണ്? 4 സെന്റൻസ് എഴുതിയാൽ മതി. അടുത്തത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കാൻ. വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. പ്രേംചന്ദ് की मार्मिक कहानी है बूढ़ी काकी. मार्मिक कहानी है बूढ़ी काकी. പ്രേംചന്ദ് की मार्मिक कहानी है बूढ़ी काकी.
അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. മാർമിക് കഹാനി ഹേ ബൂഢി കാക്കി, പ്രേംചന്ദ് കി മാർമിക് കഹാനി ഹേ ബൂഢി കാക്കി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക.